ജി സുധാകരൻ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങിയതോടെ ആലപ്പുഴയിൽ CPM വെട്ടിലായിരിക്കുകയാണ്. ഇതിനിടയിൽ ജി സുധാകരനെ നേരിടാൻ CPM രംഗത്തിറങ്ങിയിരിക്കുന്നു. പിന്തുണച്ചാൽ കടുത്ത നടപടി. അമ്പലപ്പുഴയിലെ പൊതുയോഗങ്ങളിൽ നേതാക്കളെത്തും. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻമന്ത്രി ജി സുധാകരനെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനം. സുധാകരനെ ഏതെങ്കിലും വിധത്തിൽ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കും. പാർട്ടി ചതിച്ചു പുറത്തുപോയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ച് പൊതുയോഗങ്ങൾ നടത്തും. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. സുധാകരനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നവരെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നതുൾപ്പെടെ കർശന നടപടി സ്വീകരിക്കും. അമ്പലപ്പുഴയടക്കം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രമുഖ നേതാക്കളെ രംഗത്തിറക്കി പ്രവർത്തകരോടും ജനങ്ങളോടും വിശദീകരണം നൽകും. സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന ജനറൽ ബോഡി യോഗങ്ങളും ഉണ്ടാകും. ആലുവയിൽ സ്ഥാനാർത്ഥിയാകുന്ന മുൻ MP AM ആരിഫിന് പകരം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VG മോഹനനെ ചേർത്തലയിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയാക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, K പ്രസാദ്, AM ആരിഫ്, H സലാം MLA, PP ചിത്തരഞ്ജൻ MLA, A മഹീന്ദ്രൻ, K രാഘവൻ എന്നിവർ പങ്കെടുത്തു. ജി സുധാകരന് താൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതായത് MLA ആയ ശേഷമെന്ന് H സലാം. മുൻമന്ത്രി ജി സുധാകരന് താൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതായത് MLA ആയതിനു ശേഷമാണെന്ന് H സലാം. പാർട്ടി വിട്ട സുധാകരന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. താൻ കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നുവെങ്കിൽ ജി സുധാകരൻ ഇലക്ഷൻ സെക്രട്ടറി ആകുമായിരുന്നു. നേരത്തെ നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ പ്രധാന ചുമതല തനിക്കായിരുന്നു. അന്ന് ജി സുധാകരന് താൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റായിരുന്നു. സുധാകരനെതിരെ പോസ്റ്റർ ഒട്ടിക്കാനോ ബാനർ വെക്കാനോ താൻ പോയിട്ടില്ല. അത് തന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വികസനമാണ് ചർച്ച. അമ്പലപ്പുഴയിൽ പോരാട്ടം LDFും UDFും തമ്മിലാണ്. സുധാകരന്റെ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ അടിത്തറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുടയും ക്ലോക്കും ചിഹ്നമാക്കി ഇങ്ങോട്ട് വാ. സുധാകരൻ അംഗത്വം പുതുക്കിയിരുന്നേൽ എന്റെ ജോലി കൂടിയേനെയെന്ന് R നാസർ. ജി സുധാകരൻ അംഗത്വം പുതുക്കിയിരുന്നേൽ തന്റെ ജോലി കൂടിയേനെയെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ. അദ്ദേഹത്തെ താൻ പുറത്താക്കേണ്ടി വന്നേനെ. അതൊഴിവായി. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ താനായിരുന്നു തീരുമാനിച്ചതെങ്കിൽ ജി സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നുവെന്നും R നാസർ പറഞ്ഞു. 80 വയസ്സുവരെ പാർട്ടി ആനുകൂല്യം നേടിയ ആൾ ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുന്നു. അമ്പലപ്പുഴയിൽ സുധാകരൻ 3 തവണ ജയിച്ചത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചപ്പോഴാണ്. കുടയും കലവും ക്ലോക്കും വെച്ചും ചിഹ്നമാക്കി ഇങ്ങോട്ട് വാ. കുടയും കലവും ക്ലോക്കും വാച്ചും ചിഹ്നമാക്കി ഇങ്ങോട്ട് വാ. ജനങ്ങൾ വോട്ട് ചെയ്യും. ജി സുധാകരൻ വെല്ലുവിളി ഉയർത്തി അതിനെ അതിജീവിക്കുമെന്നും നാസർ പറഞ്ഞു. CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുധാകരനെതിരെ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ഈ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നാസർ. VS അച്യുതാനന്ദന്റെ വീടിന് സമീപത്ത് നിന്നും പ്രകടനം തുടങ്ങി സുധാകരന്റെ വീടിന് സമീപത്തെ ജംഗ്ഷനിൽ സമാപിച്ചു. സുധാകരന് പെൻഷൻ വാങ്ങി വീട്ടിൽ ഇരുന്നാൽ പോരെ, മാൻഡ്രേക്കിനെ ഇനി കോൺഗ്രസുകാർ സഹിക്കട്ടെ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ഡ്രാക്കുള എന്ന് വിളിച്ച ആളാണ് മുൻമന്ത്രി ജി സുധാകരനെന്നും അങ്ങനെയെങ്കിൽ തന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ചതിൽ വിഷമമില്ലെന്നും H സലാം MLA. സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ചും പാർട്ടിയെ വഞ്ചിച്ചെന്നാരോപിച്ചും പുന്നപ്ര പറവൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുധാകരന്റെ അടിസ്ഥാന വികാരം അധികാരം ലഭിക്കണമെന്ന് മാത്രമാണ്. അദ്ദേഹത്തെ പല പരിപാടികൾക്ക് ക്ഷണിച്ചപ്പോഴും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന മറുപടി കത്താണ് ലഭിച്ചത്. എന്നിട്ടും ക്ഷണിച്ചില്ലെന്ന പ്രചാരണം മാധ്യമങ്ങൾ വഴി നടത്തി. എല്ലാം അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. സുധാകരൻ കൂടി അധ്വാനിച്ചുണ്ടാക്കിയ പാർട്ടിയാണെന്നും അത് മറക്കുന്നില്ലെന്നും സലാം പറഞ്ഞു. എല്ലാത്തിനും മീതെയാണ് പാർട്ടിയെന്ന് പഠിപ്പിച്ച ജി സുധാകരന് ശത്രുപാളയത്തിലെത്താൻ എങ്ങനെ സാധിച്ചുവെന്ന് മനസ്സിലാകുന്നില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത പറഞ്ഞു. രക്തസാക്ഷിയായ സ്വന്തം സഹോദരൻ ജി ഭുവനേശ്വരനെ തള്ളിപ്പറഞ്ഞത് സഹിക്കാനാകുന്നില്ല. 75 വയസ്സ് കഴിഞ്ഞവരെ മറ്റുള്ളവരെ പോലെ സുധാകരനും പാർട്ടി നയിക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും സുധാകരൻ പറഞ്ഞു. ജി സുധാകരന് പെൻഷൻ വാങ്ങി വീട്ടിലിരുന്നാൽ പോരെയെന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കമ്മിറ്റി അംഗം A ഓമനക്കുട്ടൻ പറഞ്ഞു. സുധാകരൻ എന്ന മാൻഡ്രേക്കിനെ ഇനി കോൺഗ്രസുകാർ സഹിക്കട്ടെ. കോൺഗ്രസ് 16 കഷ്ണമാണെങ്കിൽ സുധാകരൻ അതിനെ 28 കഷ്ണമാക്കുമെന്നും ഓമനക്കുട്ടൻ പരിഹസിച്ചു. വലിയ ചുടുകാട്ടിലെ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ കയറാൻ RSSകാരനായ സന്ദീപ് വചസ്പതിക്ക് അനുമതി നൽകിയത് ജി സുധാകരനാണെന്ന് അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി C ഷാജി ആരോപിച്ചു.